ഉത്തർപ്രദേശിലെ സോൻഭദ്രയിലുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഉന്നാവോ കേസിലെ പെൺകുട്ടിക്കുണ്ടായ വാഹനാപകടം യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇതോടെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ്. ഈ സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണം നടത്താനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി. അനീതിക്കെതിരെ പെൺകുട്ടികൾ ശബ്ദമുയർത്തണമെന്ന ബോധവൽക്കരണത്തിനാണ് ഉന്നാവോ പെൺകുട്ടിയുടെ കാര്യം ഉയർത്തിക്കാണിച്ച് പെൺകുട്ടി ഉത്തരം മുട്ടിച്ചത്. പോലീസ് സുരക്ഷാ വാരം ആചരിക്കുന്നതിന്റെ ഭാഗമായി UP പോലീസ് നിരവധി സ്കൂളുകൾ സന്ദർശിക്കുകയും കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആനന്ദ് ഭവൻ സ്കൂളിലെത്തിയ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് S. ഗൗതം പെൺകുട്ടികൾ ശബ്ദമുയർത്തേണ്ടതിന്റെയും അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടതിന്റെയും ആവശ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പിന്നാലെയാണ് മുനീബ കിത്വായി എന്ന +1 പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചത്. നിങ്ങൾ പറയുന്നു ശബ്ദമുയർത്തണമെന്നും പ്രതിഷേധിക്കണമെന്നും. ഒരു പെൺകുട്ടിയെ ഒരു BJP നേതാവ് പീഡിപ്പിച്ചിരുന്നു. അതൊരു അപകടമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ട്രക്കിന്റെ നമ്പർ കറുത്ത പെയിന്റ് കൊണ്ട് മായ്ച്ചിരുന്നു. ഒരു സാധാരണക്കാരനാണ് പ്രതിസ്ഥാനത്ത് എങ്കിൽ പ്രതിഷേധിക്കാം. എന്നാൽ പ്രബലനായ ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രതിഷേധിച്ചാലും ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇനി നടപടി എടുത്താൽ തന്നെ ഒരു കാര്യമില്ലെന്നും ഞങ്ങൾക്കറിയാം. ആ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഞങ്ങൾ പ്രതിഷേധിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കുക? എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക? എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? നിങ്ങൾക്ക് ആ ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുമോ? കയ്യടികളോടെയാണ് പെൺകുട്ടിയുടെ വാക്കുകളെ സഹപാഠികൾ സ്വീകരിച്ചത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.